മാർച്ച് 23-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിനകത്ത് ജ്ഞാനപീഠം അവാർഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന എഴുത്തുകാരനാണ്, ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഹിന്ദി പോയറ്റിനാണ് ഈ വർഷത്തെ ജ്ഞാനപീഠം അവാർഡ് നൽകിയിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കാം. 59ാമത്തെ ജ്ഞാനപീഠം അവാർഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു പോയറ്റ് റൈറ്ററാണ്. അദ്ദേഹം 59ാമത്തെ ജ്ഞാനപീഠ അവാർഡിന് അർഹനായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു അവാർഡ് ലഭിച്ചതിനെ ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഹിന്ദി ഭാഷയിൽ നിന്ന് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്ന 12ാമത്തെ എഴുത്തുകാരനാണ്. അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. ജ്ഞാനപീഠം അവാർഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഹയസ്റ്റ് ലിറ്റററി ഓണർ ആണ്. അതായത് സാഹിത്യവുമായി ബന്ധപ്പെട്ട സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഈ ഒരു ജ്ഞാനപീഠം അവാർഡ് എന്ന് പറയുന്നത്. 11 ലക്ഷം രൂപയാണ് ക്യാഷ് വരുന്നതായിട്ടുള്ളത്. ഇത് കൂടാതെ സരസ്വതി ദേവിയുടെ ഒരു ബ്രോൺസ് സ്റ്റാച്യു നൽകും എന്ന് കൂടി ഓർത്ത് വെക്കുക. ജ്ഞാനപീഠ അവാർഡ് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റും ഇന്ത്യയുടെ ഹയസ്റ്റുമായിട്ടുള്ള ലിറ്റററി അവാർഡാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഓരോ വർഷവും ഓതേഴ്സിന് അവരുടെ ലിറ്ററേച്ചറിനോടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുക. 1961 അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ അവാർഡ് 1965 നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവാർഡ് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ലാംഗ്വേജുകൾ പരിഗണിക്കും. പക്ഷെ ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ, എഴുത്തുകാരൻ ഇന്ത്യക്കാരനായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി ഒന്നും നൽകാറില്ല, പോസ്റ്റ്humously ഒന്നും നൽകാറില്ല, ഓരോ വർഷവും പ്രഖ്യാപിച്ച് പോവുകയാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇത് നൽകുന്നത് ഭാരതീയ ജ്ഞാനപീഠ് എന്ന് പറയുന്ന ബോഡിയാണ്. ഇന്ത്യൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കോൺട്രിബ്യൂഷൻ. ഭാരതീയ ജ്ഞാനപീഠ് എന്ന് പറയുന്ന 1944 സാഹു ശാന്തി പ്രസാദ് ജെയിനും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രമാ ജെയിനും ചേർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, സാഹിത്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ന്യൂഡൽഹി ബേസ്ഡ് ആണെന്ന് കൂടി ഓർത്ത് വെക്കാം. ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട, കൾച്ചറുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ നർച്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലിറ്റററി എൻഡവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട അവാർഡുകളും പബ്ലിക്കേഷൻസും ഫെലോഷിപ്പും ഒക്കെ നൽകുക എന്നുള്ളതാണ് ഈ ഒരു ഭാരതീയ ജ്ഞാനപീഠിന്റെ പ്രധാനപ്പെട്ട റോള് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് ഇന്ത്യയുടെ 4th ക്രിവക് ക്ലാസ് സ്റ്റീൽത്ത് ഫ്രിഗേറ്റ് ആയിട്ടുള്ള തവസ്യ ഗോവ ഷിപ്പ്യാർഡിൽ നിന്ന് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു തവസ്യ, എന്താണ് 4th ക്രിവക് ക്ലാസ് സ്റ്റീൽത്ത് ഫ്രിഗേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തവസ്യ എന്ന് പറയുന്നത് 4 ക്രിവക് ക്ലാസ് സ്റ്റീൽത്ത് ഫ്രിഗേറ്റുകൾ ഉണ്ടാക്കുന്നതിൽ 4ാമത്തതാണ്. ഗോവ ഷിപ്പ്യാർഡിൽ നിന്ന് ലോഞ്ച് ചെയ്തു, വെള്ളത്തിലേക്ക് ഇറക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ നേവൽ ഹിസ്റ്ററി സംബന്ധിച്ച ഒരു ഡിഫൈനിങ് മൊമെന്റ് ആണ്. ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റീസ് ലോകത്തിന് മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ വേരിയസ് ആയിട്ടുള്ള ഓൺ ബോർഡ് സിസ്റ്റത്തെ ഇന്ത്യൻ സ്ട്രാറ്റജിക് ഡിഫൻസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കാം. ത്രിപുത് എന്ന് പറയുന്നതായിരുന്നു ഈ ഒരു ഫ്രിഗേറ്റിലെ ആദ്യത്തെ ഫ്രിഗേറ്റ് എന്ന് പറയുന്നത് GSL ഗോവ ഷിപ്പ്യാർഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് 2023 ജൂലൈയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലോഞ്ച് ചെയ്തതിനു ശേഷമുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. 2026 കൂടിയിട്ട് ആദ്യത്തെ ഷിപ്പ് ഡെലിവറി ചെയ്യും. ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ത്രവസ്യ എന്ന് പറയുന്ന ലോഞ്ച് ചെയ്ത ഷിപ്പ് 6 മാസത്തിന് ശേഷം, അതായത് 2026 ആദ്യത്തെ ഷിപ്പ് ഡെലിവറി ചെയ്തതിന് ശേഷം 6 മാസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ 2016 ഈ ഒരു സ്റ്റീൽത്ത് ഫ്രിഗേറ്റുകൾ, അതായത് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് 4 എണ്ണം നിർമ്മിക്കാനാണ്. അതിൽ 2 എണ്ണം റഷ്യയിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യാനും 2 എണ്ണം ഇന്ത്യയിൽ GSLന്റെ കീഴിൽ ടെക്നോളജി ട്രാൻസ്ഫർ വഴി നിർമ്മിക്കാനുമാണ് പദ്ധതി ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് $1 ബില്യൺ ആണ് 2 ഫ്രിഗേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ചെലവിട്ടത് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. റഷ്യൻ ബിൽറ്റ് ഷിപ്പ് INS തുഷീൽ ആണ് ഡിസംബർ 9, 2024 കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കർവാറിൽ റീച്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. 2ാമത്തെ ഷിപ്പാണ് തമൽ എന്ന് പറയുന്നത്. അത് അണ്ടർ ട്രയൽസിലാണ്. ജൂൺ 2025 കൂടി ട്രയൽസ് ഒക്കെ കഴിഞ്ഞ് അത് കമ്മീഷൻ ചെയ്യും എന്നുമാണ് കരുതുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു തവസ്യ എന്ന് പറയുന്ന പേര് ഓർത്ത് വെക്കോ, 4th ഷിപ്പാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അടുത്തത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബൈലാറ്ററൽ നാവൽ എക്സസൈസ് ആയിട്ടുള്ള, നേവിയെ തമ്മിലുള്ള എക്സസൈസ് ആയിട്ടുള്ള എക്സസൈസ് വരുണ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തയാണ്. ആന്റി സബ്മറൈൻ വാർഫെയറുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ട്രെയിനിങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഈ ഒരു നേവികൾ തമ്മിലുള്ള പരിശീലനത്തെയാണ് എക്സൈസ് വരുണ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആയിട്ടുള്ള INS വിക്രാന്തും അതുപോലെ തന്നെ ചാൾസ് ഡി ഗുവലെ എന്ന് പറയുന്ന
ഫ്രാൻസ് നേവിയും ചേർന്നിട്ടാണ് ഇത് നടത്തുന്നതായിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ മാർച്ച് 19 മുതൽ 22 വരെ ഗോവ കോസ്റ്റിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യക്ക് പ്രത്യേകിച്ചും റാഫേൽ ഫൈറ്റർ ജെറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഇന്ത്യ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. പ്രധാനമായിട്ടും ആന്റി സബ്മറൈൻ വാർഫെയറുകളിലാണ്, മുങ്ങിക്കപ്പലുകൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സൈസ് വരുണ എന്ന് പറയുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫെർട്ടിലൈസേഴ്സ് കമ്മിറ്റി പറയുകയാണ് മിനിസ്ട്രിയോട് ഈ ഒരു ന്യൂട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള സബ്സിഡി സ്കീമിന് ഫെർട്ടിലൈസർ സബ്സിഡിക്ക് വേണ്ടിയിട്ട് കൂടുതൽ തുക അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാനാണ് സെൻട്രൽ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ അഭിപ്രായം വന്ന് നോക്കി നോക്കുക. അപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് യൂണിയൻ ഫെർട്ടിലൈസർ മിനിസ്ട്രിയോട് അഡീഷണൽ ഫണ്ടുകൾ ഫെർട്ടിലൈസേഴ്സിന്റെ സബ്സിഡിക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് കർഷകരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടതാണ്. നാനോ യൂറിയ ആയിക്കോട്ടെ, നാനോ DAP ആയിക്കോട്ടെ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ് DAP എന്ന് പറയുന്നത്. ഇവയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ മൈനിങ് ചെയ്യാനും ലീസ് ചെയ്യുന്നതിന് വേണ്ടി എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടൊക്കെയുള്ള എഗ്രിമെന്റുകൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചും നമ്മൾ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ രാജ്യത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ 2025-26 1,84,000 കോടിയോളം രൂപയാണ് ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി ഔട്ട്ലേ ചെയ്തിട്ടുള്ളതെങ്കിലും ഫൈനാൻസ് മിനിസ്ട്രി ഇത് 7.38% കുറച്ചുകൊണ്ട് 1,71,000 കോടിയാക്കി കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ന്യൂട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള സബ്സിഡി സ്കീംസിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാണ്. കർഷകർക്ക് വളം ഉപയോഗിക്കുമ്പോൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ നൽകുന്ന സബ്സിഡിയെ അതിനെ കാര്യമായിട്ട് കുറക്കും എന്നുള്ളതാണ്. 2024-25 ഇൻഡിജീനിയസ് ഫോസ്ഫറസ് അതുപോലെ പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സിന് 20% താഴെ മാത്രമാണ് യൂട്ടിലൈസേഷൻ ഉണ്ടായിരുന്നത് എന്ന് ഓർത്ത് വെക്കുന്നത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള PK ഫെർട്ടിലൈസേഴ്സിന് 12% മാത്രമാണ്, അതായത് അനുവദിച്ച തുക കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻഡിജീനിയസ് യൂറിയക്ക് 14.76% ആയിരുന്നു. മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസിന് വേണ്ടി 59.57% പെൻഡിങ് ആയിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് അലോക്കേഷൻ കുറക്കാൻ കാരണം. പക്ഷേ ഇത് കർഷകരെ നെഗറ്റീവായി ബാധിക്കും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നാനോ യൂറിയ ആയിക്കോട്ടെ, നാനോ DAP ആയിക്കോട്ടെ, നമ്മുടെ കൺവെൻഷണൽ യൂറിയയുമായിട്ട് DAP-യുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ yield വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് പീസിനൊക്കെ 6% വരെ, പയറുവർഗ്ഗങ്ങൾക്ക് 6% വരെയോ 6%-ൽ നിന്ന് 14%-ലേക്ക് വർദ്ധിപ്പിക്കാം. 6%-ന്റെ വർധനവ് 8%-ന്റെ വർധനവ് ഉണ്ടാക്കാൻ പറ്റും. അതേസമയത്ത് ഷുഗർ കെയിൻസിന് വളരെ മിനിമൽ ആയിട്ടുള്ള yield ഇൻക്രീസ് മാത്രമേ ഉള്ളൂ, പക്ഷേ yield ഇൻക്രീസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ ട്രയൽസും നടക്കുന്നുണ്ട്. അതുവഴി നമുക്ക് DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നാനോ യൂറിയയും നാനോ DAP-യുടെയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഇമ്പോർട്ട് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ ഈ ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം അത്ര ഇഫക്റ്റീവ് അല്ല എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ PLI സ്കീംസിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. ഏകദേശം PLI സ്കീം വഴി 1.6 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ടെന്നും 14 ലക്ഷം കോടിയോളം കോടിയുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. 14,020 രൂപയുടെ ഇൻസെന്റീവ്സ് 10 സെക്ടേഴ്സ് 14,020 കോടിയുടെ, അതായത് 14,000 കോടിയുടെ ഇൻസെന്റീവ്സ് കൊടുത്തപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് 1.6 ലക്ഷം കോടിയുടെ ഇൻസെന്റീവ്സ് വന്നു ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. എന്നാൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനികൾക്കൊക്കെയാണ് PLI-യുടെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ IT ഹാർഡ്വെയർ, ബൾക്കായിട്ട് ഡ്രഗ് ഉണ്ടാക്കുന്നവർ, മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കുന്നവർക്കും, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ടെലികോം കമ്പനികൾ, നെറ്റ്വർക്കിംഗ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ഒരു ആനുകൂല്യം ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് റോയിട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് നമ്മൾ ഹിന്ദു റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗവൺമെന്റിന്റെ റിപ്പോർട്ടുകൾ വരുന്നതെന്നും കൂടി ഓർത്തിട്ടുണ്ടായിരുന്നെ. പക്ഷെ റോയിട്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു 14 സെക്ടേഴ്സ് അല്ലാതെ കൂടുതൽ സെക്ടേഴ്സിലേക്ക് ഈ ഒരു PLI കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ PLI-യുടെ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ ഗവൺമെന്റ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു PLI സ്കീം ഇന്ത്യൻ എക്കണോമിനെ കാര്യമായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് മേഖലയിൽ പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സിലും ടെലികോം ഗുഡ്സിലും പ്രോസസ്ഡ് ഗുഡ് ഇൻഡസ്ട്രിയിലൊക്കെ
കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് 5.3 ലക്ഷം കോടിയിലെ മേലെ ഈ വർദ്ധിക്കാനുള്ള കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റുകൾക്കെല്ലാം 2 3 വർഷത്തെ ഇംപ്ലിമെന്റേഷൻ ടൈം ലൈൻ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി ഫേംസ് ഈ ഒരു ക്ലെയിംസ് ഇത് കിട്ടേണ്ട പൈസ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ക്ലെയിം ചെയ്യുക. അതുകൊണ്ടാണ് ഫണ്ട് ഡിസ്പേഴ്സൽ സ്ലോ ആവുന്നതെന്നാണ് ഗവൺമെന്റ് പറയുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസിൽ ഇന്ത്യ ഈ ഒരു 6 for ജസ്റ്റിസ് എന്ന് പറയുന്ന ഖലിസ്ഥാനി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ ബാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ബാനിങ് പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുന്നത് എത്രമാത്രം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം സക്സസ് ആവും എന്നുള്ളതാണ് ഓഥർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇപ്പോൾ US-ഉമായി ബന്ധപ്പെട്ടും ന്യൂസിലൻഡുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലൊക്കെ ഈ ഒരു പ്രോ ഖലിസ്ഥാനി മൂവ്മെന്റ് ആയിട്ടുള്ള SFJ 6 for ജസ്റ്റിസിനെ ബാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്രിസ്റ്റഫർ ലക്സണുമായി മീറ്റ് ചെയ്യപ്പോഴും അതുപോലെ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി US ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ ഈ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു SFJ ഇപ്പോഴും റഫറൻഡംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് വെസ്റ്റേൺ ഡെമോക്രസിയിലെ. സോ റീസെന്റ് ആയിട്ട് അടുത്ത ലോസ് ആഞ്ചലസിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് SFJ ബിലീവ് ചെയ്യുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള റഫറൻഡംസ് നടന്ന ഖലിസ്ഥാനി മൂവ്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതാണ്. അതേസമയത്ത് അത് ഇന്ത്യക്ക് ആഭ്യന്തരമായിട്ടുള്ള ഒരു ത്രെട്ട് കൂടിയാണ് എന്നുള്ളത് ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അപ്പോൾ ഫൈവ് ഐസ് എന്ന് പറയുന്ന ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ട്. US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്ന് വെച്ചാണ്. ഇതിൽ US-ഉമായി ബന്ധപ്പെട്ടും ന്യൂസിലൻഡുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ബാൻ ചെയ്ത് കഴിഞ്ഞാൽ UK-യും കാനഡയും ഓസ്ട്രേലിയയും ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇപ്പോൾ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് വേണമെങ്കിൽ SFJയുടെ ഫണ്ടുകളും അസറ്റുകളും ഒക്കെ സീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ കീ മെമ്പേഴ്സിനെയൊക്കെ വേണമെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ലോസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ UK-യും കാനഡയിലും ഇത്തരത്തിലുള്ള ആന്റി ടെററിസം ലോസ് ഉണ്ട്. അവരും അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കും എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ചുകൂടി എഫക്റ്റീവായി ചെയ്യണമെങ്കിൽ UN-ന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ റെസൊല്യൂഷൻ 1373 പ്രകാരം ഈ ഒരു വിഷയം അവതരിപ്പിച്ചാൽ മതി. അതിന്റെ ഭാഗമായിട്ട് FATF ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഒക്കെ നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ വ്യൂവിലേക്ക് ഈ ഒരു സ്ക്രീനിങ്ങിലേക്ക് ഈ ഒരു രാജ്യങ്ങളൊക്കെ വരും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടനകളൊക്കെ വരും. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, പക്ഷേ ഇന്ത്യ ഇങ്ങനെ ആവശ്യങ്ങൾ ഉയർന്നുവെങ്കിലും ഈ ഒരു വെസ്റ്റേൺ ഡെമോക്രസി കൺട്രീസ് അതിനോട് അനുകൂലമായിട്ടല്ല പറഞ്ഞത്. അവരത് ഇല്ലീഗൽ അല്ല, അവർ പറയുന്ന കാര്യങ്ങൾ സമയത്തിന് ഉചിതമല്ല എങ്കിൽ പോലും അവർ പറയുന്നത് ഇല്ലീഗൽ ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൊടുക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇന്ത്യ പറയുന്നത് വെച്ചാൽ SFJന്റെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ മുളയിലേ നുള്ളിയില്ല എങ്കിൽ മുന്നേ 1985 ഇന്ത്യയുടെ കനിഷ്ക എന്ന് പറയുന്ന എയർ ഇന്ത്യൻ വിമാനം ബോംബ് ചെയ്തിട്ടുള്ള സാഹചര്യമാണ്. അത്തരത്തിലുള്ള മൂവ്മെന്റുകളിലേക്ക് ഖലിസ്ഥാനി ആൾക്കാർ പോകും എന്നുള്ളതാണ് പറയുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ബൂത്തിൽ നിന്നുള്ള ഡാറ്റ അപ്ലോഡ് ചെയ്യുക, അതിലുണ്ടാവുന്ന മിസ്മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂത്തിൽ ഉണ്ടാവുന്ന ഡാറ്റ ആക്ച്വലി രേഖപ്പെടുന്നത് ഫോം 17C യിലാണ്. ഈ ഒരു ഫോം 17C അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇഷ്യൂ? ഇപ്പോൾ ആ ഇഷ്യൂവിനെ അനുകൂലമായിട്ട് പരിഹരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കാം. മെയ് 2024 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ, അതായത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോംസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫോം 17C എന്ന് പറയുന്ന ബൂത്തിൽ നിന്നും എത്ര പേരാണ് വോട്ട് ചെയ്തു എന്ന് കാണിക്കുന്ന നമ്പറാണ് ഫോം 17C എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് വോട്ടർ ടേൺ ഔട്ട് ഡാറ്റ എന്ന് പറയാൻ പറ്റും. അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇലക്ഷൻ നടന്ന് 48 മണിക്കൂറിനുള്ളിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു പെറ്റീഷൻ ആയിരുന്നത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു ആവശ്യം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതായത് അവർ നിയമപരമായിട്ട് ഫോം 17C പോളിംഗ് ഏജൻസുമായി ബന്ധപ്പെട്ടും ഒക്കെ ഷെയർ ചെയ്താൽ മാത്രം മതി, അല്ലാതെ പബ്ലിക്കിലേക്ക് നൽകേണ്ട ആവശ്യമില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒപ്പോസിഷൻ പാർട്ടീസ് വലിയ ക്രിറ്റിസിസം റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഈ ഒരു ബൂത്തിൽ നിന്നുള്ള വോട്ടേഴ്സിന്റെ എണ്ണവും വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തിട്ടുള്ള എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസം, വോട്ടിംഗ് മെഷീനിൽ കൂടുതൽ വോട്ടുകൾ കാണുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുതിയ ഇലക്ഷൻ കമ്മീഷൻ ആയിട്ടുള്ള ജ്ഞാനേഷ് കുമാർ അദ്ദേഹം ഈ ഒരു ക്രിറ്റിസിസത്തെ അഡ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം ADR-മായി ബന്ധപ്പെട്ടും തൃണമൂൽ MP ആയിട്ടുള്ള MP മഹുവ മൊയ്ത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു ഫോം 17C എന്ന് പറയുന്നത്? കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 പ്രകാരമുള്ള ഒരു 2 പാർട്ട് ഡോക്യുമെന്റ് ആണ് 17C എന്ന് പറഞ്ഞാൽ. പാർട്ട് 1 ഓരോ പോളിംഗ് സ്റ്റേഷനും എത്ര വോട്ടുകൾ ചെയ്തു എന്നുള്ള ഡാറ്റ രേഖപ്പെടുത്തും. പ്രിസൈഡിംഗ് ഓഫീസർ രേഖപ്പെടുത്തി പോളിംഗ് ഏജൻസ് സൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പാർട്ട് 1 എന്ന് പറയുന്നത്. അതിൽ EVM-ന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതിൽ എത്ര ഇലക്ടർമാർ ഉണ്ടായിരുന്നു, എത്ര പേര് വോട്ട് ചെയ്തു, എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടോ എന്ന് പറയും. അതിനുശേഷം അത് സീൽ ചെയ്തതിനു ശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകുകയാണ് ചെയ്യുക. അതേസമയത്ത് ഫോം 17C-ക്ക് തന്നെ പാർട്ട് 2 ഉണ്ട്. ഇതിൽ ഈ ഒരു കൗണ്ടിംഗ് ഡേയിലെ വോട്ട് കൗണ്ടാണ് റെക്കോർഡ് ചെയ്യുക. അത് റിട്ടേണിംഗ് ഓഫീസർ മാർക്ക് ചെയ്തതിനു ശേഷം EVM റിസൾട്ട് ബട്ടൺ
പ്രസ് ചെയ്യുന്നതിന് ശേഷം അത് എൻട്രി ചെയ്യും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ വോട്ട് പോൾ ചെയ്തതും വോട്ട് കൗണ്ടഡും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് റിട്ടേണിംഗ് ഓഫീസർ സൈൻ ചെയ്തിട്ട് കൗണ്ടിംഗ് ഓഫീസറിന് സൈൻ ചെയ്ത് കാൻഡിഡേറ്റ്സിനെ ഏജൻസിനെ നൽകുകയാണ് എന്നുകൂടി ഓർത്ത് വെക്കണമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്പോസിഷനും അതുപോലെ തന്നെ ADR ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓൺലൈൻ പ്രൊഡക്ഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ജൂലൈയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് അത് 543 കൺസ്റ്റിറ്റ്യുവൻസിയിൽ 5 കൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമാണ് ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോൾ വോട്ട് പോൾ ചെയ്തും വോട്ട് കൗണ്ട് ചെയ്തും തമ്മിൽ എക്സാക്ട് മാച്ച് വന്നത്. ബാക്കിയുള്ള 538 കൺസ്റ്റിറ്റ്യുവൻസീസിലും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. 362 സീറ്റുകളിൽ വോട്ട് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് പോൾഡിനേക്കാൾ 5.5 ലക്ഷം കുറവാണ്. 176 സീറ്റുകളിൽ 35,000-ഓളം എക്സ്ട്രാ വോട്ടുകൾ കൗണ്ട് ചെയ്തിട്ടുണ്ട് കമ്പയർഡ് ടു വോട്ട് പോൾഡ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു ഡിസ്ക്രിപ്പൻസീസ് ആണ് എറേഴ്സ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയം വരാൻ കാരണം. ഈ ഒരു വോട്ടർ ടേൺ ഔട്ട് ഫിഗേഴ്സ് നോർമലി ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്നത് തന്നെ 11 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അതിൽ തന്നെ വലിയ മാറ്റമാണ് ഈ ഒരു ബൂത്ത് ലെവൽ നമ്പേഴ്സിലൊക്കെ ഉണ്ടാവുന്നത് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ടേൺ ഔട്ടിനെ പെർസെൻറ്റേജ് ആയിട്ടാണ് രേഖപ്പെടുത്തുക. ഫോം 17C അബ്സല്യൂട്ട് നമ്പേഴ്സ് ആയിട്ട് ഇത്ര പേരാണ് വോട്ട് ചെയ്തത് എന്നാണ് കാണിക്കുക എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ബൂത്ത് വൈസ് ഡാറ്റ പബ്ലിഷ് ചെയ്യേണ്ടത് ആവശ്യകത ഉണ്ടോ എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റിയും കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എല്ലാ ബൂത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബൂത്ത് ഏജന്റ്സിനെ നിയോഗിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബൂത്ത് ഏജന്റ് ഇല്ല എങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് പോളിംഗ് ഏജന്റുകൾ അബ്സെന്റ് ആവാം, കോംപ്രമൈസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ബൂത്ത് പിടിച്ചടക്കുക എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത്തരത്തിൽ ഉള്ള ഇഷ്യൂ വരുന്ന സമയത്ത് ഈ ഒരു ഡാറ്റ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രമാത്രം വോട്ട് വന്നിട്ടുണ്ട് എന്നറിയാനുള്ള അവകാശമുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ നേരത്തെ എതിർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പടരാം എന്നുള്ളതാണ്. ഈ ഒരു ഫോം 17C ഇമേജ് എന്ന് പറയുന്നത് മോഫ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഇന്റർനെറ്റിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഏകദേശം 1 കോടിയോളം ഒഫീഷ്യൽസ് ആണ് ഇലക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ പലരും ഹൈ സ്ട്രെസ്സിലും മറ്റുമൊക്കെയാണ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. ഇനി ഫോം 17C ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അതിനുശേഷമാണ് ഡാറ്റ നോർമലി ഈ ഒരു പോളിംഗ് ഏജൻസിന് നൽകുന്നതായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഓൾറെഡി ഫോം 17C ആക്സസ് ഉണ്ട് പോളിംഗ് ഏജന്റ് വഴി. അവർക്ക് തന്നെ വേണമെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാം. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഫോം 17C പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സോ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു പോളിംഗ് ഏജൻസ് ഒക്കെ പണിഷ്മെന്റിന് വിധേയമാകുന്ന സാഹചര്യത്തിലേക്കോ അപ്പോൾ പോളിംഗ് ഏജൻസിന്റെ മേലെ ബ്ലെയിം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം വരുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെഷേഴ്സിലേക്ക് നോർമലി പോകുന്നില്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.